ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ ടേബിൾ ടോപ്പാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏത് വാഷ് ബേസിനാണെന്ന് ആദ്യം തീരുമാനിക്കുക. ഇത് കൊടുത്തിരിക്കുന്നത് 75 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് വരാവുന്ന രീതിയിൽ നമ്മൾ ഒരു ടേബിൾ ടോപ്പ് ആദ്യം ചെയ്യും, ഒരു ടേബിൾ ചെയ്യും. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 12 സെൻറ്റിമീറ്റർ വരാവുന്ന ഹൈറ്റ് വരാവുന്ന ഒരു വാഷ് ബേസിനും കൂടി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് ഹൈറ്റ് കിട്ടുന്നത് 85 സെൻറ്റിമീറ്ററിന് 90 സെൻറ്റിമീറ്റർ നമുക്ക് ടോപ്പ് കിട്ടണം. ആ ലെവലിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാഷ് ബേസ് നമ്മൾ എടുക്കുന്ന വാഷ് ബേസ് നമ്മൾ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് നമുക്ക് ഫിനിഷിംഗ് ലെവൽ ഒരു 85 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററും നിൽക്കാവുന്ന രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന വാഷ് ബേസിൻ്റെ ടോപ്പ് കിട്ടേണ്ടത്. അപ്പോൾ അത് ലെവലിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഗ്രാനൈറ്റ് ഇടുന്ന ടേബിൾ ഹൈറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ വാഷ് ബേസിന് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ്റെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തു. ഗ്രാനൈറ്റിൻ്റെ ഗ്രൂ ചെയ്തിരിക്കുന്നത് വളരെ നൈസായിട്ട് ഒന്ന് വലിച്ചു പോയിട്ടുള്ളൂ, ഉരുട്ടിയല്ല ചെയ്തിരിക്കുന്നത്. ഒരു നൈസായിട്ട് സ്ക്വയർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ 2 ഡ്രോ കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രോ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത്. ജാഗോറിൻ്റെ അല്ലെങ്കിൽ സെറയുടെ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിലൂടെ ചെയ്തിരിക്കുന്നത് സെറയുടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ടാപ്പും കാര്യങ്ങളും. അപ്പോൾ ലോങ് ബോഡി ടാപ്പ് വരുന്നുണ്ട്, ഇനി ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന ടാപ്പ് വരുന്നുണ്ട്, ഇനി അതല്ല വാഷ് ബേസിനിൽ ഉറപ്പിക്കുന്ന ടാപ്പ് വരുന്നുണ്ട്. ഈ ടൈപ്പ് ടാപ്പുകൾക്കും ഇത് മോഡലൊക്കെ ആണെങ്കിൽ ഒരു ആവറേജ് റേറ്റാണ് വരുന്നത്. ഇനി അതല്ല ഈ പറയുന്ന താഴെയുള്ള ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന ടാപ്പിനാണെങ്കിൽ നല്ലൊരു റേറ്റ് വരും. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ ഗ്രാനൈറ്റിൻ്റെ സെൻറ്ററിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ വേസ്റ്റ് പൈപ്പ് പോകുന്ന ഒരു അടിയിലൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നേരെ ബാക്കിൽ നമ്മൾ ഈ കണക്ഷൻ പൈപ്പ്, ടാപ്പിൻ്റെ കണക്ഷൻ പൈപ്പ് പോകാനായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, കണക്ഷൻ പൈപ്പ് പോകാനായിട്ട് ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ടാവും. ഈ 2 ഹോളുകളാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഇത് നേരെ താഴേക്ക് കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ വേസ്റ്റ് പൈപ്പ് ഇട്ട് നമ്മുടെ വേസ്റ്റ് ലൈൻ പോകുന്ന ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു കണക്ഷൻ പൈപ്പ് ഉപയോഗിച്ച് നേരെ ആംഗിൾ കോക്കിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തു. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് കണക്ഷൻസ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ പച്ചവെള്ളം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ചൂടുവെള്ളം കൂടി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് 2 കൂടി വാട്ടർ കണക്ഷനിൽ ചൂടുവെള്ളം അതുപോലെ തന്നെ പച്ചവെള്ളം കൂടി 2 ആംഗിൾ കോക്ക് വരാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിക്സഡ് ടാപ്പ് യൂസ് ചെയ്യാം. അതായത് ഒറ്റ ടാപ്പിൽ തന്നെ നമുക്ക് 2 സൈഡിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ടാപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണ കോമൺ വാഷ് ബേസിൻ്റെ ഏരിയകളിൽ പച്ചവെള്ളം മാത്രമാണ് യൂസ് ചെയ്യാറ്. ചൂടുവെള്ളം വേണമെന്ന് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. പക്ഷേ കോമണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പച്ചവെള്ളമാണ് നമുക്ക് അത്യാവശ്യം കഴുകാനൊക്കെ നമുക്ക് ആ ഏരിയയൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഏരിയ നിങ്ങൾക്ക് കണ്ടു, ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് മനോഹരമാക്കി കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളും ഒരു മിററും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നീറ്റ് ഏരിയ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണിച്ചായിരിക്കുന്നു. ടേബിളിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണം, വാഷ് ബേസിൻ്റെ ടോപ്പ് എത്രയായിരിക്കും, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.